കഴിക്കാൻ പോവാ. നമ്മുടെ വീട് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാതും കണ്ടോ, കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലി കട കണ്ട പിന്നെ ഇഡ്ഡലി കഴിക്കാൻ ഡ്രൈവ് പண்றடா. നല്ല രസമുണ്ട് ആ സ്ഥലങ്ങളൊക്കെ. ഈ വ്യൂ ഒക്കെ നല്ല രസമുണ്ട്. നല്ല വ്യൂ ഗായ്സ്. എന്തായാലും പോണ വഴി നോക്ക്, അടിപൊളി വഴി. രാത്രി വന്നപ്പോ ഇതൊന്നും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, ഒന്നും അറിയില്ല. ലുക്ക് സാധനം. നമ്മളൊരു റെസ്റ്റോറന്റ് തപ്പി പോവാണ്, ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. 4 കിലോമീറ്റർ ആയി ചുറ്റിക്കൊണ്ട്. ഏതാ ഏത് എന്താ എന്താ അത് എന്തോന്നു കാണുന്ന നല്ല രസം. വരുന്ന സമയത്ത് കുറെ കണ്ടിരുന്നു. വിശക്കാൻ നല്ല വിശക്കത്താ. മലബാറിലെത്തി, മലബാർ റെസ്റ്റോറന്റിലെത്തി. അങ്ങനെ നമ്മള് ഹോട്ടൽ കണ്ടുപിടിച്ചു ഗൈസ്. അവസാനം എന്താണ് മലബാർ ഹോട്ടൽ. മലബാർ സർവീസ്. മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ കഴിക്കാം. അങ്ങനെ മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു. മലബാർ റെസ്റ്റോറൻറ്റ്. എന്താണ് സാർ കഴിക്കുന്നത്? ചപ്പാത്തി പൊറോട്ട. ചപ്പാത്തി പൊറോട്ട. അത് വെയിറ്ററിനോട് പറയും. ഞങ്ങളുടെ വീഡിയോ കാണാൻ നാലാണ് ഞങ്ങൾക്ക് ടീച്ചറാ വേറെ പറഞ്ഞ ഇല്ല. എന്താ ഫുഡ് കഴിച്ച് ഇറങ്ങാണ്. തുറക്കണല്ലേ. ഫുഡ് കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. വലിയ റേറ്റ് ഒന്നുമില്ല അല്ലേ? ഇഷ്ടമില്ല, കുഴപ്പമൊന്നുമില്ല. മലബാർ നമ്മുടെ അതെ, ബാക്കി 2 പേര് വന്നു. ഞങ്ങൾ 6 പേര്. അവരുടെ ബാക്കിയുള്ള ആൾക്കാർ വന്നു. വൈകിട്ട് അവര് സെറ്റാക്കി തരാൻ പറഞ്ഞു. വൈകിട്ട് നമ്മളൊരു ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ തന്നെ സെറ്റാക്കാം. ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്ത് തരും. അതിനെ ബാർബിക്യൂ ഇവിടെ നിന്ന് പോവാം. ബോട്ട് ഹൗസിൽ പോവാം. അപ്പൊ ഞങ്ങള് നേരെ പോകുന്നത് ബോട്ട് ഹൗസിലേക്കാണ്. 2 ബൈക്കിലേ വരുന്നു കേട്ടോ. അവര് ബൈക്കിൽ വരുന്നു, ഞങ്ങൾ കാറിൽ പോകണം. അപ്പൊ ഇനി ബാക്കി ബോട്ട് ഹൗസിൽ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബോട്ട് ഹൗസ് എത്തി. കാർ ദേ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ ബോട്ട് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അടിപൊളിയാണ്. ഊട്ടിയാണ്. കുതിരയുണ്ട്, കുതിര സവാരിയാണ് അവിടുത്തെ മെയിൻ. ഗൈസ്, അവർ ഒളിച്ചിരുന്ന് കഴിക്കണം. ഗൈസ്, എനിക്കറിയാ നീ ബിരിയാണിയെ കഴിക്കൂന്ന്. ഇവിടെ സ്പെഷ്യൽ ബിരിയാണി. ഓഹോ,
പിടിക്കണോ? കഴിക്കാ? ആ കിട്ടി. ഇതെന്താ റെഡ്? പോന്നാ ഗൈസ്, നല്ല ക്യൂ ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ. നല്ല ക്യൂ ഉണ്ട്. 60 ഉറുപ്പിക എടുത്തു കൊടുക്കടാ. എൻട്രി പാസ് അല്ലാണ്ട് നമുക്ക് മൊത്തം 825 ഉറുപ്പിക കൂടെ വരും ബോട്ട് എടുക്കാൻ. 6 സീറ്ററിന് 825. പോണേ പോവാ വേണ. എന്ത് വെള്ളം? നേരം ബോട്ടിങ് ആക്ച്വലി നല്ല റേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ല റേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. 1000 രൂപയാണ്. അല്ലെങ്കിൽ നോക്കായിരുന്നു. എന്ത് 1000 ചവിട്ട? അത് ഇവിടെ കൊടുക്കണെങ്കിൽ അവിടെ കൊടുക്കണെങ്കിൽ 825 കൊടുക്കാൻ. അതേപോലെ ഫുഡൊക്കെ ആയിട്ട് പോകണമെങ്കിൽ സെറ്റ് ആയിരുന്നു അല്ലേ? നോക്കി ഇതേ ഫുഡായിട്ടൊക്കെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. കണ്ടോ? അതുപോലെയൊക്കെ ആണെങ്കിൽ സെറ്റായിരുന്നു. അതിന് ഫുഡ് വേണ്ടല്ലേ? 2 പേരാ കഴിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് ഹൗസ് മൂഞ്ചി. നമുക്കിനി ബോട്ട് ഹൗസിലേക്ക് വരണ്ട. നമ്മുടെ അതെ ഷോപ്പിംഗ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ബിക്കോസ് ഇവിടെ 825 ഉറുപ്പിക കൊടുക്കണം. നമ്മൾ എൻട്രി പാസ് അല്ലാതെ 825 കൊടുത്താലേ ബോട്ടിങ്ങിന് തരുള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും പൈസ കൊടുത്ത സാധനം കൊടുക്കാറുള്ളതുകൊണ്ട് നമ്മളിവിടുന്ന് ചലിക്കുകയാണ്. ഗൈസ് ഇതൊക്കെ വെറുതെ കറങ്ങണ്ട, ആളൊന്നുമില്ല. കറങ്ങണ സാധനം ആളില്ലാണ്ട് കറങ്ങും. പൈസ ഒന്നും കൊടുക്കണം. 150 ഉറുപ്പിക മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കയറി ഇരുന്നിട്ട് വേണം. അവള് വെക്കണേനേക്കാൾ ഞാൻ വയ്ക്കുന്ന നന്നായിട്ട്. അയ്യോ കറങ്ങി പുറത്തെടുക്കുവോ? ചാടാ എടാ, കോട വന്നാൽ നന്നായിരിക്കട്ടോ. കൊല്ല് ആടാ. ആ അതാ മറ്റേ ബഞ്ച് ജമ്പിങ് ഉണ്ട് കേട്ടോ അവിടെ. കണ്ടോ? ഞങ്ങളിപ്പോഴാണ് കാണുന്നത്. ടെർമിനേറ്ററൊക്കെ ഉണ്ട്. കഥ ഞങ്ങൾ ഇറങ്ങി. ഇവിടെയും കുതിരയുടെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. വരുന്നില്ലേ? വായോ.
തീ ഇങ്ങനെയൊക്കെ പോയാൽ മതി. It is quite natural. എത്ര അറിയില്ല നോട്ടെ. എത്രയാണ്? 50 രൂപ ഓൺലി ഗൈസ്. 50 രൂപ അവന്റെ പേശി മേടിച്ചതാണ്. അത് കമന്റ് വരുന്നു. 50 രൂപ. 50 രൂപ ക്യാരറ്റ് ഗൈസ്. ഇതും ഫ്രഷ് ഇപ്പൊ പറിച്ചതാണെന്നാ പറഞ്ഞത്. ഇപ്പൊ പറിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് പറിച്ച് കഴുകിയതേ ഉള്ളൂ. സെറ്റില്ലേ? തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്.